ഇതിനു മുമ്പുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ് പോലുള്ള വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള നയപരമായിട്ടുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കൃത്യമായി വരുന്നു. കാരണം കേന്ദ്ര ഗവൺമെൻറ് ആ തീരുമാനം എടുത്തില്ലെങ്കിൽ SFIക്ക് പിന്നെ പ്രോസിക്യൂഷനിൽ അനുവാദം കൊടുക്കേണ്ട കാര്യമില്ല, ED ഇതിനകത്ത് വരേണ്ട കാര്യമില്ല, ഈ മറ്റേ ഏജൻസികൾ ഇതിനകത്ത് അന്വേഷണത്തിലേക്ക് വരേണ്ട കാര്യമില്ല. അപ്പം 2-3 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഈ അന്വേഷണ ഏജൻസികളെല്ലാം ഇതിനകത്തേക്ക് വരുന്നു. 2, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് സംബന്ധിച്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ദുരൂഹതകളൊക്കെ അവിടെയൊക്കെ കിടപ്പുണ്ട്. അതെ, ഇപ്പോൾ പിണറായി വിജയന് വേണ്ടിയിട്ടാണോ ഡോളർ അങ്ങോട്ട് കടത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഇതിനകത്ത് അതല്ല. ഇതിനകത്ത് വളരെ വ്യക്തവും സുശക്തവുമായിട്ടുള്ള തെളിവുകൾ ഇവർക്കെതിരായിട്ട് ഉണ്ട് ഉള്ളതൊന്നും. 2, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു വരും എന്നുള്ളതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് മകളെ സംബന്ധിച്ചിടത്തോളം, അച്ഛനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം.